അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സൗജന്യമായി നൽകി NH അൻവർ ട്രസ്റ്റും കേരള വിഷനും. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരള വിഷനും NH അൻവർ ട്രസ്റ്റും നടത്തുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ആംബുലൻസ് നൽകിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ നിർവഹിച്ചു. ഓരോ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനം തുടരുകയാണ് NH അൻവർ ട്രസ്റ്റും കേരള വിഷനും. പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായാണ് അടിമാലി താലൂക്ക് ആശുപത്രിക്കായി ആംബുലൻസ് കൈമാറിയത്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ രംഗത്ത്, ഇന്റർനെറ്റ് രംഗത്ത് വലിയൊരു മത്സരമാണ് ഇന്ന് കോർപ്പറേറ്റുകളോടുകൂടി മത്സരിച്ച് അവരോടൊപ്പം കുടപിടിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം എത്തിച്ചേരാതെ ഒരു പ്രദേശത്ത് പോലും കേരള വിഷൻ വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം എനിക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സേവനമാണ് കേരള വിഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവർ നടത്തുന്ന ഈ ബിസിനസ്സിൻ്റെ ഭാഗമായി സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന പല പ്രവൃത്തികളിലൊന്നായിട്ടാണ് ഈ പ്രവൃത്തിയെ കാണുന്നത്. 24 ലക്ഷം രൂപ ചിലവഴിച്ച് വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് ഏറ്റുവാങ്ങി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. മുൻപ് തൃശൂർ ജില്ലയിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിക്കും കേരള വിഷൻ ആംബുലൻസ് നൽകിയിരുന്നു. മാർച്ച് 3-ന് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ജനറൽ ആശുപത്രിക്കും ആംബുലൻസ് നൽകുമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി K. വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ, ഇടുക്കി കേബിൾ വിഷൻ MD PSCB, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു B. കുര്യാക്കോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ്ന ജോസ്, COA ഇടുക്കി ജില്ലാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, K. ഗോവിന്ദൻ, PSCB എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കേബിൾ TV രംഗത്ത് സാമൂഹിക പ്രതിബദ്ധതയോടെ മുന്നേറുന്ന കേരള വിഷനും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും ജനകീയ ഇടപെടലുകളുടെ മാതൃകയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.